കേന്ദ്രമന്ത്രിയാകുന്ന സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിലെ ബി.ജെ.പി. പ്രവർത്തകർ ആവേശത്തിലാണ്. തൃശ്ശൂരിൽ നിന്ന് എസ് ശ്രീകാന്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇത് ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ വിജയം സമ്മാനിച്ചതിൽ തൃശ്ശൂരിന് ഉള്ള ഒരു സമ്മാനം എന്ന് തന്നെ പറയാം. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദം അത് നേരത്തെ പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുള്ളതുമാണ്. തൃശ്ശൂരിലെ ബി.ജെ.പി. പ്രവർത്തകർ എത്രത്തോളം ആവേശത്തിലാണ്? ഗോപികൃഷ്ണൻ, ബി.ജെ.പി. ഓഫീസിലേക്ക്, ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. അല്പസമയം അവരുടെ ഔദ്യോഗികമായ ആഹ്ലാദ പ്രകടനം ഈ ഓഫീസിൽ നിന്നും തുടങ്ങും. നഗരത്തിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പായസം വിതരണം ചെയ്തും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ്. സുരേഷ് ഗോപി ഡൽഹിയിലെത്തി ചായ സൽക്കാരത്തിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ള കാര്യവും ഉറപ്പായി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇപ്പോൾ ആളുകൾ എത്തിച്ചേരുന്നത്. ഇത്രയേ ആഘോഷങ്ങൾ തുടങ്ങാനുള്ള ഒരു താമസം നേരിട്ടത് രാവിലെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമോ ഇല്ലയോ എന്നൊരു സംശയം നിലനിന്നിരുന്നു. അതിന്റെ ഒരു മ്ലാനത പ്രവർത്തകരുടെ മുഖത്ത് കാണാനുമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ ഓരോരുത്തരായി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം ആഘോഷം തുടങ്ങും. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനും സാധിക്കും. നമ്മളിപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ടും പൂരപ്രേമികളുമായി ബന്ധപ്പെട്ടും ഒക്കെ അവരുടെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു. വലിയ ആവേശത്തിലാണ്. തൃശൂർ പൂരത്തിന് വലിയ ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. ഓരോരുത്തരുടെ പ്രതികരണം എടുത്തുകൊണ്ടേയിരിക്കുന്നു. ആഘോഷങ്ങൾ അല്പസമയത്തിനകം തുടങ്ങും. പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഗോപി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.